ഗുഡ് മോർണിംഗ്. ഉച്ചയായിട്ടുണ്ട്. ഉച്ചയായില്ല, ഗുഡ് മോർണിംഗ് ആണ്. നമ്മളെ യാത്രയുടെ 17ാമത്തെ ദിവസമാണ്. ഞങ്ങൾ 2 ദിവസം മുന്നേ കാശ്മീർ ശ്രീനഗർ എത്തിക്കുന്നു. ഞങ്ങൾ ശ്രീനഗർ വെറുതെ സ്റ്റേ അടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഇന്ന് ഇറങ്ങിയതാണ്. ഇന്ന് രാവിലെ ബാഗൊക്കെ ഷാഫിഖാൻ്റെ റൂമിൽ വെച്ച് ഇറങ്ങി. ലഗേജൊന്നുമില്ല. നമ്മൾ നേരെ സിന്തൻ ടോപ്പ് പറഞ്ഞ സ്ഥലത്ത് പോവുക. അതായത് പഹൽഗാം റോഡിലുള്ള പഹൽഗാം വഴി അനന്ത്നാഗ് വഴി പോയിട്ട് പഹൽഗാം ആ ഏരിയയിലുള്ള സിന്തൻ ടോപ്പ് പറഞ്ഞ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പോയി നോക്കട്ടെ. അപ്പോൾ പോണതിന് മുമ്പ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. സിന്തൻ ടോപ്പ് പോകുന്ന വഴിക്കൽ നമ്മൾ ഫുഡിന് കയറിയാണ്. ഇതാണ് ഇവിടുത്തെ ബിരിയാണി. ഇത് 3 ഹാഫാണ് പറഞ്ഞത്. അത്ര തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കല്യാൺപുരയിൽ ഒരു സാലിൽ തരുന്ന ബിരിയാണി ഉണ്ട്. ഉണ്ട് രസമുണ്ടാവും. അതിൽ കഴിച്ചോട്ടെ. അടിയിൽ പീസുണ്ട്, പീസ് അടിയിലുണ്ട്. ആ ഓക്കെ ബസ് കഴിച്ചോട്ടെ. ഇവിടെ സ്പൂൺ കൊണ്ട് കഴിക്കണം. സ്പൂൺ കൊണ്ട് കഴിക്കട്ടെ. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ച്. കാശ്മീരിലെ ഫുഡിന് പ്രത്യേകത ഭയങ്കര ഓയിലായിരിക്കും. അതുപോലെ വസ്വാനിലാണെങ്കിൽ കൂടി വസ്വാൻ്റെ കുറേ കറികളുണ്ട്. റോഗൻ ജോഷ്, റിസ്ത, ഭയങ്കര ഓയിലായിരിക്കും. ഇന്നിപ്പോൾ ബിരിയാണി കഴിച്ചൊരു ഭയങ്കര ഓയിലാണ്. ചലോ നമ്മളവിടെ വണ്ടി നിർത്തി പോകുന്ന വഴിക്ക് സിന്തൻ ടോപ്പ് പോയി പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തിയതാണ്. അടിപൊളി പുഴ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലീൻ വാട്ടറും. അതിന് നേരെ അപ്പുറത്ത് നല്ല വില്ലേജ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഫുള്ള് വീടുകളാണ്. എന്താ രസം, അടിപൊളി, രക്ഷയില്ല. കാശ്മീർ നമ്മൾ വരികയാണെങ്കിൽ ശരിക്കും വരേണ്ടത് സമ്മറിലാണ് ഇതിൻ്റെ ഭംഗി കിട്ടുക. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. എന്താ സ്ഥലം, ആ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു പുഴയാണ്. അതിനപ്പുറത്താ അടിപൊളി ഒരു ഗ്രാമം. എന്താ രസം. ഈ വെള്ളത്തിനാണെങ്കിൽ ഭയങ്കര തണുപ്പ്. നമ്മൾ കാലം കൈ വെച്ചാൽ മരവിച്ചു പോകും. എങ്ങനെ വീഡിയോ കൂടി കണ്ടിട്ട് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഭംഗി അടിപൊളി. അപ്പോൾ ഇവിടെ തിരുമ്പിയാതി കാർമൽ ഇതാക്കുക, ഇത് കുടിക്കിടുക, അതിന് വെള്ളത്തിലാണ് കെട്ടിയിടുക. അതായത് തിരുമ്പിക്കോളൂ. ഓരോ നമ്മൾ ചെയ്യണ്ടേ. അടിപൊളി സ്ഥലം. ഷേബിൽ കാണേണ്ടി വരും. ഇന്നത്തെ സ്ഥലം കിട്ടിയില്ല ഷേബിൽ. നല്ല അടിപൊളി സ്ഥലം. ബ്രിഡ്ജ് മേലെ പോയാലോ? വണ്ടി പോകല്ലേ. ഇവിടെ സൈഡായി ഇതാട്ട് ഇറക്കിക്കോ. അവിടെ ചായ ഒക്കെ കഴിച്ച. ഞങ്ങള് ഇവിടെ ദാക്സും എന്ന് പറഞ്ഞൊരു വില്ലേജിന്റെ ഏരിയയിലാണുള്ളത്. അവിടെ തന്നി ഗ്രാമീണരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മള് വണ്ടി വണ്ടി വാശി എന്നാ വണ്ടി വെക്കുക. നമ്മള് ഏതായാലും വെറുതെ അല്ലേ വാക്കുക. പിന്നെ ഇന്ന് പോണ ഇതൊന്നല്ലല്ലോ, ചളിയുള്ളതല്ലോ. ഞങ്ങൾ ദാക്സും എന്ന് പറഞ്ഞൊരു ദക്സും തെങ്ങാനാണ് പറയാൻ തോന്നുന്നുണ്ട്. ഏകദേശം ആ ഏരിയക്ക് എത്തിക്കണേ. അടിപൊളി സ്ഥലമാണ്. വന്ന വഴിയാണ്. അവിടുന്ന് വന്ന് നമ്മൾ ഇനി ഇങ്ങനെ കയറി പോകണം. നമ്മളിവിടെ വന്ന നേരം ഈ സ്ഥലത്ത് കുറേ ആൾക്കാർ ടെൻ്റ് അടിച്ചാണ്. ഇന്നലെ രാത്രി അടിച്ചോലേക്കും. പക്ഷേ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, പിന്നെ വരും ഈ സ്ഥലത്തേക്ക് ടെൻ്റ് അടിക്കാനൊക്കെ. എല്ലാവരോടും പറയാനുള്ളത് എന്താ, ഇവിടെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് സ്ഥലമാണ്. ബാക്കിയുള്ള സ്ഥലം പോലെ ഭയങ്കര വൃത്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാനും ക്യാമ്പിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ വേസ്റ്റൊക്കെ ഉണ്ടാവും. അത് നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോയി അത് അതിൻ്റെ അതുപോലെ തന്നെ മാനേജ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ വളരെ നീറ്റ് സ്ഥലമാണ്, ക്ലീനാണ്. ഇവിടെ ഉള്ളവരൊക്കെ അവരെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവരെന്നെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പരിസരം നമ്മളെന്താക്കുക, പ്രകൃതി വൃത്തിയിൽ നമ്മൾ സൂക്ഷിക്കുക. സിന്തൻ ടോപ്പിൽ പോകാൻ നോക്കിയാലോ. എന്താ വിഷയം വെച്ചാൽ രാവിലെ 8 മണി മുതൽ 1 മണി വരെ ആ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കടത്തി വിടും. ദക്സൂമിലൊരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം
ഉച്ചക്ക് 1 മണിന്റെ മുന്നെത്തിയാലേ നമ്മളെ കടത്തി വിടുള്ളൂ. പിന്നെ മഞ്ഞ് വീഴ്ച എന്തോ 10 അടി ഹൈറ്റില് മഞ്ഞൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നോക്കിയിട്ട് വരണം. നിങ്ങൾ പറ്റുന്നവർ രാവിലെ വരിക. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുകാർ നമ്മളെ പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ വരിക. അത് ഇന്ന് തൽക്കാലം ഇവിടെ ഒരു മർഗാനല്ലേ, മർഗാൻ ടോപ്പ് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ അടിപൊളിയാന്നാ പറഞ്ഞത്. ഞങ്ങൾ എന്നിട്ട് പോവാണ്. ലൊക്കേഷൻ ഉപ്പരിട്ടെന്ന്. അടിപൊളി വില്ലേജ്, എന്ത് രസാ. ഇതൊരു സ്വർഗം തന്നെ, ഭൂമിയിലെ സ്വർഗം കശ്മീർ തന്നെ. എന്ത് രസാറിയോ കാണാനും. ഇവിടെ ഫോണിലൊന്നും കണ്ടാൽ പോരെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് അല്ലേ കാണണം. എന്തൂരാ ഇത് എടുക്കെടുക്കലും ഊരും അതന്നെ. അത് പിന്നെ ആ പറിച്ചാണ് ഇവന്ന് ഊരി. എന്തൂരാടാ അതാ ആളതാണ്, ആളും അതാണ്. ഇവിടെ ഇവിടെ അടിക്കല ഇടന്തി രസമല്ല. ഇവിടെ രസം ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ രസം. അങ്ങനെ ഞങ്ങളെ റോഡ് ബ്ലോക്കായി സുഹൃത്തുക്കളെ, റോഡ് ബ്ലോക്ക് ആയിരിക്കാണ്. അത് വില ഇത് ചെന്നായി പിടിക്കാണ്ട കാണ്ടി ഇവര് കൊണ്ടെടുക്കണ ആട്ട് വിട്ടോ നാലേ മാറും. ഒരു അമ്മ മാറ്റി തരാം. പിന്നെ ചൂടാ മതി. ഷേമിലോ ഇന്ന് പ്രസവിച്ചാണ്. ആടും അമ്മ വരുമ്പോ മാറി വാർക്കുണ്ട്. ഓ പോ 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 കിടക്ക കിടക്ക കിടക്ക. ഓ പോ 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 പോ. അങ്ങനെ വയ്യൊക്കെ മാറ്റി ഞങ്ങൾ പോവാണ് സുഹൃത്തുക്കളെ. ഓ പോ പോ പോ. ഇതില് 3-4 ആൾക്കാരും ഒരു നായും. ഇതിലെന്താക്കും വില മേക്കാനിടും, നായിനെയും കൂടെ വിടും. നായ നോക്കിക്കോളും ചെന്നായി പിടിക്കുന്നുണ്ടോന്നൊക്കെ. ഗൈസ് പോവാണ് മർഗൻ ടോപ്പ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഫുൾ വില്ലേജ്, വേറെ ഒന്നുമില്ല. ആൾക്കാർ നമ്മളങ്ങനെ നോക്കും. റൂട്ട് എന്ന് പറഞ്ഞാല് താഴെ കൊടുക്കുകയും ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ശ്രീനഗറിന്ന് പഹൽഗാം റോഡിന് വരിക, അനന്തനാഗ് എത്തിയിട്ട് പഹൽഗാം റോഡ് കയറാതെ കുറച്ചുകൂടി ജസ്റ്റ് 10 മീറ്റർ കൂടെ മുന്നോട്ട് എന്നാൽ ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ടാൽ കിട്ടും. ദാക്സും ഇട്ടാൽ മതി, ദാക്സും ഇട്ടാൽ കിട്ടും. ദാക്സും എത്തിയിട്ട് ആ ഏരിയന്ന് ലെഫ്റ്റാണ്. അവിടുന്ന് മർഗൻ ഇട്ടാൽ മതി, മർഗൻ ടോപ്പ്. അങ്ങനെ പോരാൻ പറ്റും. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നിങ്ങൾ സ്വന്തം വണ്ടി ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. ടാക്സി വിളിച്ച നല്ല ചാർജ് ആയിരിക്കും. അതായത് ഗുൽമാർഗ്, പാൽഗാം, സോനാർഗ് പോകുന്നവര് നോർമൽ റേഞ്ച് ഉണ്ട്, അതുപോലെ കൊടുത്താൽ പോരാ. കാരണം ഇവിടേക്ക് ആരും അങ്ങനെ വരൂല. ഇവിടെ നമ്മളങ്ങനെ മലയാളം വ്ളോഗ് ഒന്നും കണ്ടില്ല മർഗൻ ടോപ്പിൽ ആരും വന്നത്. 100 നമ്മൾ ഇവിടേക്ക് അത്രയുണ്ട്. സിന്തൻ ടോപ്പിലേക്ക് ആൾ കണ്ട് 129. അപ്പോൾ ഏകദേശം ഇവിടേക്കും അത് തന്നെ ഉണ്ടാവും അല്ലേ. ഏകദേശം ഇവിടേക്ക് ഒരു 129-130 കിലോമീറ്ററോളം ഇവിടേക്കുണ്ടാവും. അപ്പോൾ സ്വന്തം വണ്ടിയിൽ വരണമല്ലോ എന്തായാലും മസ്റ്റായിട്ട് വരിക മസ്റ്റായിട്ട് വരിക. ഒരു രക്ഷയില്ലാത്ത ഏരിയ. ഇവിടെ ഏറ്റവും വലിയ വിഷയം ലാംഗ്വേജ് ആണ്. ഇവിടെ ഉള്ളവർക്ക് ഹിന്ദി അറിയുന്നവരുണ്ടാവും, ഉറുദു അല്ല, ഇവിടുത്തെ കാശ്മീരി തന്നെയാണ്. അപ്പോ ഭാഷ വലിയൊരു പ്രശ്നമാണ്. ദൂരങ്ങൾക്ക് മഞ്ഞുള്ള മലയൊക്കെ കാണാൻ പറ്റും. പക്ഷെ മഞ്ഞിന്റെ സീസണൊക്കെ കഴിയാനായിക്കിന്. ശരിക്കും മഞ്ഞുള്ള സമയത്തൊക്കെ വന്ന അവിടെ ഫുള്ള് മഞ്ഞേക്ക് ഏരിയ മൊത്തം. കാശ്മീരിലെ വീടുകൾ നിങ്ങൾക്ക് അറിയാലോ,
റൂഫ് ഒരിക്കലും നിരന്നതുണ്ടാവില്ല, എല്ലാം ഇങ്ങനെ കുത്തനെ ചെരിവുള്ളതായിരിക്കും. മഞ്ഞ് വെക്കുമ്പോൾ പെട്ടെന്ന് താഴോട്ട് വീട് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഏകദേശം 19 കിലോമീറ്റർ ഇനി ഉണ്ട്, മെല്ലെ പോകാൻ പറ്റുള്ളൂ. ആടിന്റെ ബ്ലോക്കും, ശ്രീനഗറിലാണെങ്കിൽ വണ്ടിന്റെ ബ്ലോക്ക്, ഇവിടെ ആടിന്റെ ബ്ലോക്കാണ്. ഇനിയിപ്പോൾ ചുരമാണ്, ചുരം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പോട്ടെ, കയറട്ടെ, അങ്ങനെ കയറട്ടെ. പുക കെട്ടണോ മേലെ? വീഡിയോയിലല്ല പുക മാതിരി കത്തിക്കണ്ടോ? ഇതിപ്പോ പോണ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ. അപ്പൊ അവിടെ നമ്മൾ സൈൻ ബോർഡ് ഉണ്ട്, ഷൂട്ടിംഗ് സ്റ്റോൺ സോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രൈവ് കെയർഫുള്ളി. അതായത് മേലന്ന് ഈ കല്ലിന്റെ ചീളുകൾ വീണെടുത്ത് കാണാം. കല്ലിന്റെ ചീളുകൾ മലന്റെ മേലിൽ വീകുന്നതാണ്. ഇപ്പൊ മേലെന്നൊരു വണ്ടിയൊക്കെ പോവാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇളക്കമൊക്കെ വന്നാൽ, അല്ലെങ്കിൽ നോക്കി നമ്മൾ കയറി വന്നതല്ല. ഇപ്പോൾ കയറിയിട്ടുള്ളൊരു 2 ട്യൂബ് ഇത്രയും മേലേക്ക് എത്തിയപ്പോൾ. അപ്പം കല്ല്, ആ റോഡിന്റെ നടുവിലൊക്കെ കല്ലുകളൊക്കെ ഉണ്ട്. വെറുതെ കല്ല് വെക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ ചീളുകളാണ്. നമ്മൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാം. ശരിക്കും നമ്മൾ കാശ്മീർ വരാണ് സ്വന്തം വണ്ടി ആയിട്ട് വരിക, അല്ലെ വാടക എടുക്കുക. വാടക എടുക്കാൻ നല്ല ചാർജ് ആയിക്കും. ടാക്സിന് അത്ര എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാല്, നമുക്ക് വണ്ടി റെന്റിന് എടുത്ത് ഈ സ്ഥലത്തൊക്കെ വരാൻ പറ്റിയ സമ്മറിലാണ്. സമ്മറാണ്, സീസണാണ്, നല്ല പൈസ ആയിരിക്കും. പിന്നെ വിന്ററിലാകുമ്പോൾ വണ്ടി ഓഫ് സീസൺ ആയിരിക്കും, വലിയ വാടക ഉണ്ടല്ലോ. പക്ഷെ അങ്ങോട്ട് വരാനില്ല, ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. മഞ്ഞുള്ള സമയത്ത് നമുക്കൊന്നും അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ഇവിടെയുള്ള എക്സ്പേർട്ട് ഡ്രൈവർമാരെ ശ്രദ്ധിച്ചാൽ വിട. മോനെ ശ്രദ്ധിക്കുക, പരമാവധി ലെഫ്റ്റ് കൂട്ടിക്കുക. ഏകദേശം ഈ റേഞ്ച് എത്തിയപ്പോഴേക്ക് നെറ്റ്വർക്ക് പോയി. എയർടെൽ ഏതായാലും നെറ്റ്വർക്ക് ഇല്ല. ഇപ്പൊ ഞങ്ങൾ നെറ്റ്വർക്ക് ഇല്ല ഫോണില്. ഇപ്പോൾ ഇനി മേലെ എത്തിയോട്ടെ. മേലെ എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കാം. അവിടെ ഒരു ടോപ്പ് ഉണ്ട്, മാർഗൻ ടോപ്പ് പറഞ്ഞ സ്ഥലം. അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. ഇതിപ്പോ എവിടെയൊക്കെ എത്തണേക്കല്ലോ, കൊണ്ടിട്ട് മനസ്സിലാവില്ല ചേട്ടാ പോണത്. ഐസിന്റെ മല, ഐസിന്റെ മല അല്ല, ഐസ് ഉരുകിയിട്ട് ഇതാ മലയാണ്. അത് വെള്ളം ഇതാ പുഴയൊക്കെ വരണം, കണ്ടില്ലേ? കുറച്ച് മേലെ ഐസ് ഉരുകിത വെള്ളം ഉരുകി താഴേക്ക് വരണം. ടാറിട്ട റോഡ് തീർന്നിതാ, താഴ്ന്ന് അവിടുന്ന് തീർന്ന് ടാറിട്ട റോഡ്. ഇപ്പൊ ഇതാ ഇനി ഇതാ ഇങ്ങനെയുള്ള റോഡാണ്, കട്ട് റോഡ്. താഴെ കൂടെ ഫ്രഷ് വെള്ളം, നല്ല മഞ്ഞുരുക്കി ഫ്രഷ് വെള്ളം. എത്ര എത്തിക്കണേ? ഇനി 9 കിലോമീറ്റർ കൂടെയല്ലോ. പക്ഷെ 3/4 മണിക്കൂർ നമ്മൾ മെല്ലെ പോവാണ്. കാണേയില്ല. സ്ഥിരം പെട്ടുന്ന ആളായിരിക്കും. ആടാ കാണടുത്ത് മഴ പെയ്താൽ ഇടിയും, പോകാൻ കഴിയൂല. യാതൊരു പ്രൊട്ടക്ഷനും സൈഡിലില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് വണ്ടിയുടെ ഇതൊക്കെ കമ്പി എപ്പോഴേലൊക്കെ കണ്ടാലായി അങ്ങനെ ഉണ്ടാവുക. ഞാൻ പുറത്തൊക്കെ ഒന്നിട്ടൊരു ക്യാമറ. അൽഹംദുലില്ലാ ചെറിയ ടാറിങ് കണ്ട്.
അവിടെ ഒരു നമ്പറൊക്കെ എഴുതി വെച്ചാണ്, എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാനായിരിക്കും എന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ് എഴുതി വെച്ചാണ് 700-603-54-33. ഇതുകൊണ്ടാ ടയർ കയറി പോകും. ആരേ സത്യം പറഞ്ഞാല് പോവന്നെ നമുക്കൊന്നും അറിയില്ല. മാർഗൻ ടോപ്പിൽ പോയിട്ട് എന്താണ് റേഞ്ച് ഇല്ല. ഒന്നാമത്തെ വിഷയം ഉള്ളിലുള്ള ചെറിയൊരു പേടിയല്ല, ഒരു കൺഫ്യൂഷൻ. അതാണ്. പേടിയുണ്ടോ? ഷാനി ചെറിയൊരു പേടിയുണ്ട്. അവന് പണ്ടേ പേടിന്റെ അസുഖമുണ്ട്. അപ്പോ പേടിക്കാനില്ലാന്ന് പിന്നെ അങ്ങനെ പോയി നോക്കുക. ഏകദേശം റോഡ് കയ്യിലുണ്ടല്ലേ, ഇനിയും പോവാണ്ടല്ലേ, ഒരു 4-5 ഇനിയും കേറാണ്ട്. ഇനി നല്ലോ കേറാണ്ട് ടോക്കളെ. എന്നാല് ഇഷ്ടം പോലെ കേറാണ്ട്. റോഡ് മേലാണ് നിറച്ചും കല്ല. ഇതൊക്കെ ഇപ്പൊ നിക്കണ കല്ലിനെ മതി അവിടെയൊക്കെ ഉള്ളത്. ഇനി 8 കിലോമീറ്റർ കൂടെ പോകണ്ട. അവിടെയൊക്കെ താഴത്ത് വീണാലൊന്നും ഇവിടെ തന്നെ ഉണ്ടാവും. നാട്ടിൽ വരുന്നുണ്ട് കാര്യം. ഇനി ഏകദേശം എത്താനേ തോന്നുന്നു. ഇപ്പൊ കേറുന്നതിന് വിഷയം. ഞങ്ങളിപ്പോൾ ഉള്ള ഈ മലന്റെ മേലെയാണ് മർഗൻ ടോപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിനെ ചുറ്റിയാണ് ഇങ്ങനെ പോണത്. ഈ മലമക്കൂടെ ഇങ്ങനെ കയറി പോവാം. റോഡ് മേലോട്ടുണ്ട്. ഈ മലന്റെ ചുറ്റി അങ്ങനെ പോവാണ്. ഈ റോഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കല്ലിടിഞ്ഞ് നിൽക്കുന്നത്. വേറെ ഏത് മലയിൽ അങ്ങനെ അല്ല. വെരി ഡേഞ്ചറസ് റോഡ്. നല്ല ഇൻട്രസ്റ്റോട് കൂടി ഞങ്ങൾ പോകണം. അവിടെയൊക്കെ റോഡിനടുവില്ല കല്ല്. ഇന്നലെ ഫ്രഷ് വീണായിരിക്കും. എടുക്കടുക്കിട്ട് ഓരോന്ന് വരും. പക്ഷെ അത് നല്ല അടിപൊളി കോമഡികള്. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മള് മർഗൻ ടോപ്പിലെത്തി. ഇനി ഇവിടെ നമുക്ക് പോകണമെങ്കിൽ ട്രക്ക് ചെയ്ത് പോകണം. നമ്മൾ നടന്ന് പോകണം. റോഡെന്ന് പറഞ്ഞാൽ ത്രില്ലിങ് റോഡ്, അടിപൊളി ത്രില്ലിങ്. സൈഡിൽ വമ്പം കൊക്ക്. മാക്സിമം വണ്ടി പോകുന്നിടത്തോളം അവിടെ നിന്ന് വരുന്നുണ്ട്. മാക്സിമം പോകും. ഏകദേശം ഒരു പരന്ന സ്ഥലപ്പോഴാണ് എത്തിയത്. പരന്ന ടോപ്പിൽ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കാശ്മീരിലെ ഏറ്റവും ഹൈറ്റുള്ള ടോപ്പുകളിലൊരു ടോപ്പാണിത്. ഇപ്പോൾ എത്ര ഫീറ്റാണ് ഞങ്ങൾ നോക്കിയില്ല. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നമ്മളിവിടേക്ക് വരണോ നമ്മളെ പ്ലാനിലേ ഇല്ലാത്തൊരു സ്ഥലം ഇല്ലേ മർഗൻ ടോപ്പ്. നമ്മളെ പ്ലാനിലേ ഇല്ല. പോലീസുകാരൻ പറഞ്ഞതാണ്. ഹായ്, ഞങ്ങളങ്ങനെ റൈഡ് ചെയ്ത് മാർഗൻ ടോപ്പിലെത്തി. ഇതാ വ്യൂ. ഇനി ഇതിൻ്റെ മേലോട്ട് മല ആ കാണുന്നതാണ് ഒരു വലിയ മല ഉള്ളത്. അതാണുള്ളത്. പിന്നെ ഒന്ന് അതാണ്, പിന്നെ അതുമാണ്. ഇനി പോകണമെങ്കിൽ ട്രക്ക് ചെയ്ത് പോകണം. പിന്നെ ഞങ്ങളെ ഡീസൽ ഏകദേശം ഇനി ഹാഫ് ടാങ്കേ ഉള്ളൂ. ഹാഫ് ടാങ്ക് ഉണ്ടോ അറിയില്ല. റോഡ് അങ്ങോട്ട് പോകണ്ട, എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. നമ്മൾ ഒന്നും നോക്കാനൊന്നും അറിയില്ല. ഇവിടെ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇവിടെ ഒരു വണ്ടിയിൽ വന്നൊരു ടീമുണ്ട്. ഒരിക്കും കാര്യമായിട്ടൊന്നും അറിയില്ല.
പിന്നെ അധികം സംസാരിക്കുമ്പോൾ ശ്വാസത്തിന് പ്രശ്നമുണ്ട്. എന്താല്ലേ, ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മർഗൻ ടോപ്പിൽ ആരെങ്കിലും റൈഡ് ചെയ്ത് വന്നോലുണ്ടോ എന്ന് പറയണേ. പിന്നെ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ഈ റോഡ് എങ്ങോട്ടാ പോകണമെന്നൊക്കെ നോക്കേനെ. ഇപ്പോൾ ഈ മാർഗൻ ടോപ്പ് പറഞ്ഞാൽ ഏകദേശം 4000 അടി ഏകദേശം ഹൈറ്റ് ഉണ്ട്. അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. നമ്മളിവിടെ ലോക്കലുണ്ട്, മൂപ്പരോട് ചോദിച്ചു നോക്കി. ഇപ്പോൾ അത് പോകണം. ഇപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടായിട്ട് ആ റോഡ് പോകണമെന്നൊക്കെ നോക്കായിരുന്നു. വണ്ടി ഇതാ സമയം ഏകദേശം 5:30 സൂര്യൻ എന്താ അവിടെ, നല്ല തെളിഞ്ഞ ആകാശം, ഫുൾ മഞ്ഞ് മല. പക്ഷെ മഞ്ഞ കുറച്ച് മഞ്ഞ കേട്ടോ, നല്ല തണുപ്പുണ്ട്. പക്ഷേ എൻ്റെ വാച്ചിൽ തണുപ്പ് എത്ര അറിയാൻ പറ്റില്ല. ഇതൊക്കെ ചളിയാണ്. അവിടെ അങ്ങനെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്, കുറച്ച് അവിടെ നിന്നാണ് അങ്ങോട്ടും പോകും പോയാ. ഈ മഞ്ഞുരുക്കിയാണ് താഴോട്ടുള്ള ഈ വെള്ളത്തുന്നത്. എന്താ അല്ലേ ഷാൻ, എന്താ അഭിപ്രായം? എല്ലാവരും കൂടെ വരണമെന്നാണോ? എല്ലാവരും ഇവിടെ വരണം. അതെ, നല്ല റേറ്റ് ആയിരിക്കും അതിലേ. ചോദിച്ചോ നമുക്ക്, അത് ഇസ്ഫാക്കിനോട് തന്നെ ചോദിച്ചാൽ മതിയോ. എന്താ അല്ലേ സ്ഥലം. अभी 35 हो गया। थोड़ा स्लो है। You are going to Anantnag. Okay, you go front side. We will come back. ഇതല്ലേ ട്യൂബല്ലേ, ട്യൂബല്ലേ, ട്യൂബല്ലേ ഇത്. വേണുന്നേരി വേണുന്നേരി अभी नहीं है ना. Aslan ho travurti. ये कितना है ना ये बोबरा है वो. अभी नहीं नहीं हो गया. जो भी कर सकता है जो भी थोड़ा गाड़ी അത് കണക്കില്ല. നീ വാ വണ്ടി पंचर गया योश थोड़ा ये दो मिनट यस अनंतनाग और तीनों में एक गाड़ी. हाँ गाड़ी आ गई, दूसरा गाड़ी. ओके वी विल कम. आप जा रहे हो? हाँ 5 और 10 मिनट में अभी आए. ओके. If you
ഗൈസ് ഇപ്പൊ ഉള്ളത് മർഗാൻ ടോപ്പിലാണ്. ശ്രീനഗറിൽ 130 കിലോമീറ്റർ, ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് നിങ്ങൾ ഇവിടെ എത്താൻ. അല്ല, ഏകദേശം 4-5 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ ഇവിടെ എത്തുള്ളൂ. ഞങ്ങൾ ബേസ്, അതായത് ഇതിന് അനന്തനാഗ് കഴിഞ്ഞ് ദാക്സൂൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ദാക്സൂൺ അങ്ങോട്ട്? 40 കിലോമീറ്റർ ആണ്. പക്ഷെ ഉള്ളത് നമ്മൾ എത്താൻ 3 മണിക്കൂറോളം ഏകദേശം സമയം എടുക്കും. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. അവിടെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മളേ ഉള്ളൂ, ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ഇപ്പൊ നമ്മളൊരാളെ പഞ്ചർ ആയിട്ട് ടയർ പഞ്ചറായിട്ട് നമ്മള് ഫുള്ള് ശരിയാക്കി കൊടുത്ത് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതാണ് നമുക്ക് ട്രെക്ക് ചെയ്തൊക്കെ ഇവിടെ വരാം. നടന്ന് നമുക്ക് ഇത് അവിടേക്കാണ് ട്രെക്ക് ചെയ്ത് പോകുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. അവിടേക്കാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് പോലും. ഇവിടെ വന്നാൽ നമുക്ക് ട്രെക്ക് ചെയ്ത് കയറി പോകാൻ ടോപ്പാണത്. ഏകദേശം 4000-ലധികം അടി ഹൈറ്റ് ഉള്ളൊരു സ്ഥലമാണിത്. ഏകദേശം 1.25 മണിക്കൂർ നമ്മൾ ഇവിടെ നിൽക്കണം. ഒരാളെ പഞ്ചർ ശരിയായി കൊടുത്ത് കാറ്റടിച്ചു കൊടുത്ത് ഉപ്പര് പോയി. ഉപ്പരാകെ കുടുങ്ങിനെ. പിന്നെ ഞങ്ങൾ ഇറങ്ങാണ്. സൂര്യൻ എന്താ ഏകദേശം പോയിന്. സൂര്യനൊക്കെ പോയി ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ആരുമില്ല, ഇനി ഞങ്ങളേ ഉള്ളൂ. ഞങ്ങൾ വേഗം പോട്ടെ. അപ്പോൾ ഇങ്ങോട്ട് വരിക. ഇപ്പോൾ ബൈ. അവിടെ ചെറിയൊരു കട ഉണ്ട്. ഇങ്ങനെ വണ്ടിയൊന്നും കാണില്ല. ഇവിടെ ഉള്ളപോലെ തന്നെ തോന്നുന്നു. ഏതായാലും പോട്ടെ. ഹീറ്റർ ഉണ്ടാക്കി. നമ്മളടുത്തൊക്കെ നമ്മളടുത്ത് ലോക്കല്ലോ. പോയിട്ടാ ടോപ്പിൽ നിന്ന് പോവാണ്. ഇപ്പോൾ ഏകദേശം 6:30 സമയം 6:30 ആയിട്ടുണ്ട്. അങ്ങനെയാണ് വെളിച്ചം. എന്തായാലും രസം. ഇനി ഞങ്ങൾക്ക് നേരെ താഴെ എത്തണം. താഴെ ഒരു 1-2 മണിക്കൂർ എന്തായാലും താഴെ എത്താനാവും. ദക്സുമാണോ അറിയില്ല. അവിടെ എത്താൻ ഏകദേശം 2-2.5 മണിക്കൂർ എടുക്കും. അവിടെ ടെൻ്റ് അടിക്കണമെന്നാണ് വിചാരിച്ചത്. പോയി നോക്കട്ടെ അവിടെ സ്ഥലം ഉണ്ടോന്ന്. അല്ലെ ആൾക്കാർ കയറി അങ്ങോട്ടായിരിക്കും. ഞങ്ങൾക്ക് അപ്പോൾ ടോപ്പിലുള്ള ഞങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് പോകാനുള്ള വഴിയാണ് ജസ്റ്റ് താഴെ. ഇതാ കുറേ പോവാണ്ട് റോഡൊക്കെയാ. എൻ്റെ ഒരു പേടി വീഡിയോയിലോട്ട് തിരിയൂല. ഏറ്റവും ലാസ്റ്റ് പോലതല്ലേ. ജീപ്പുകാർ മറ്റേ ബുള്ളറ്റൊക്കെ കാണുന്നുണ്ടോ? പോവാ. ഇപ്പൊ ടെമ്പറേച്ചർ 12 ഡിഗ്രി 10 ഡിഗ്രിയാ. ഇവിടെ കുറവുണ്ടല്ലേ ഇപ്പൊ? ഇവിടെ മേലെ 4 ഡിഗ്രി കഴിഞ്ഞോ? പോവാ. മലൻ്റെ മേലെ അയാളെ പക്ഷെ ഞങ്ങൾ നേരത്തെ മേലെ നിന്നൊരു പശുവിനെ കണ്ടിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് ഞങ്ങൾ വിചാരിച്ച ഒരു പശു ഇട്ടേക്ക്. ഇതാ ഒരാൾ വന്നിട്ട് താഴ്ന്ന് നടന്ന് വന്നിട്ട് അതിന് കൂട്ടി പോവാ. ദൂരതാണ്ടിൽ എത്രയും ദൂരത്താണ് പോണം. താഴോട്ട് ഇപ്പോൾ കാണിച്ചു താഴെ കാണാൻ പറ്റില്ല. ഈ ആൾക്കാരൊന്നും ഇല്ലാത്ത ഇത്രയും ദൂരം 4000 അടി മേത്തലായിട്ട് ഒരു ആലോചിക്കണം. എന്തായാലും ഇതിലൊക്കെ ജീവിതം ഇതിൽ ആസ്വദിക്കുന്നുണ്ടാവും. നമ്മളൊരു 10 അടി ഇവിടുന്ന് നടക്കുമ്പോൾ നമ്മൾ കിതക്കും. ഒരു സിമ്പിളായിട്ട് മാഷാല്ലാ ഒരു ഇങ്ങനെ നടന്നതാ പോകുന്നത്. താഴെ ആ മരത്തിൻ്റെ അവിടെ കാണാണ് ഓലെ വീട് തോന്നുന്നത്. അവിടെ കുറച്ച് ഇത് കാണുന്നുണ്ട്. അപ്പോൾ
ഞങ്ങൾ വരുമ്പോൾ കണ്ടി കുറേ കുതിരകളും ഒന്ന് രണ്ട് വീട് കല്ല് വെച്ചിട്ട് ഒന്നൊന്നര ആളായിട്ട് കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ ഷീറ്റിട്ട് നമ്മൾ ഗുൽമാർഗിലൊക്കെ എൻ്റെ ചായ ഉണ്ട്. ഇവിടെ പശു ഇതിൻ്റെ മേലെ ആൾക്കാരുണ്ട് കേട്ടോ. മേലെ ഞങ്ങൾ വരുമ്പോൾ മേലേക്ക് ഒരാൾ 3 പശുവിനെ കൊണ്ട് നടന്നു പോകുന്നുണ്ട്. വീടൊന്നും അവിടെ ഞങ്ങളെവിടെയും വീട് കണ്ടു. നമ്മൾ വീട് അവിടെ എവിടെയും കണ്ടില്ല. അവിടെ എവിടെയും വീട് കണ്ടില്ല. എവിടെക്കോ ആരോ ഉണ്ട്. ഇവരൊക്കെ ജീവിക്കുന്ന ജീവിതം. ഇപ്പോൾ സമയം 7:17 ഏകദേശം. ഇപ്പോഴിതാ ഇവിടെ മേലെ വെളിച്ചം തന്നെയാണ്, താഴെ ഇരുട്ടായി ഉണ്ടാവും. കല്ലുണ്ടാക്കിയ വീടുകളാണ്. അയാൾ നടന്ന് അവിടെ എത്തിയിട്ടുള്ളൂ. അവിടെ നടക്കുന്ന കറുത്ത വീട് ഗൈസ് ഏകദേശം ഇരുട്ടാവാനായിട്ടുണ്ട്. 8 മണിയാകാണ്. 8 മണിയാകാടോ. 8 മണിയാകാം നോക്ക്. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ 8 മണിക്ക് ഇത്ര ലേറ്റ് കാണുന്നത്. ഇന്ത്യന്ന് ഞാനിട്ടോ അഫ്ഷാനും സംസൂലേ നിങ്ങൾ ആദ്യമായിട്ടല്ലേ? എന്ത് അതെ ഒരു കണ്ടിന്യൂ കേട്ടോ. പിന്നെ ഇത് 8 PM ആവുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഏകദേശം ഇരുട്ടായി തുടങ്ങണേ ഉള്ളൂ. എന്നാലും ലേറ്റ് ഇപ്പോഴും ലേറ്റ് ഉണ്ട്. അസ്തമയം അവിടെ പോണ റോഡാണ് താഴെ. ഇനി എന്തൊരു ഇറങ്ങാണ്ട് പോട്ടെ, കാഴ്ചകളൊക്കെ കാണേ. കാണുന്നതാണ് ഇവിടുത്തെ ചെറിയ ചെറിയ ടൈപ്പ് വീടുകളാണ് ഈ ഗ്രാമവാസികൾ താമസിക്കുന്നത്. താഴെ അടുത്തതാ ഇത് കണ്ടോളെ, നിറച്ചും കുതിരകളും ആൾക്കാരും ഇവിടെ തീയൊക്കെ ഇട്ട് ഒരു ഭക്ഷണമൊക്കെ ഫുഡൊക്കെ പാകം ചെയ്ത്. കുതിര, പശു, ആടില്ല വീട്ടില്ല. ചിലപ്പോൾ കുതിരൻ്റെ ഇറച്ചി വിൽക്കാൻ മതിയല്ലേ. താഴെക്കണ്ട് കുതിര. ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി. ഞങ്ങളെ ക്രോസ് ചെയ്യുന്ന ആടുകൾ. ഇവിടെ ഈ ഏരിയയിലാണ് കുറേ വണ്ടി. അവിടെ ഉണ്ട് വണ്ടി, അവിടെ ഉണ്ട് വേറെ ഒന്നുണ്ട്. ഇവിടെ ഈ പിക്കപ്പ് വന്നിട്ട് ആടിനെ കൊണ്ടുപോകും, എന്നിട്ട് ടൗണിൽ കൊണ്ടുപോയി ഇവിടെ നിന്നാണ് സംഭവം. ഇഷ്ടം പോലെ എന്തൊരൊക്കെയാ മാഷാ അല്ലാഹ്, നിറയെ കണക്കാടാട്ടോ. മേലോട്ടൊക്കെ ഉണ്ട്.